അയാളൊരു പാവം, അയാൾ യൂണിയനിലുള്ള ആളാണേ. യൂണിയനിൽ നിന്ന് പെൻഷൻ പറ്റി അയാൾ സ്വന്തമായിട്ട് അന്നൊക്കെ ആണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു, പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പറയും പോലെ അല്ല, ഇവർ സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല. യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു, ഞാൻ ഉൾപ്പെടെ കൊടുത്തു, കോവിൽ വയ്ക്കാൻ വേണ്ടിയേ. അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറി ലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ രസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്നത് പൈസ. പിന്നെ കോവിൽ വെച്ചു, അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ടും ശരിയല്ല, ആണ് കുഴപ്പം. എന്തായിരുന്നു അവരുടെ പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം? ഈ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാരണം ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട് നമുക്ക്, നമ്മളെ വീട് കണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഇയാൾ ഈ വാഴ വെച്ച് അങ്ങ് അടച്ച്. ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാണ്, വേറെ വസ്തുവിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം വരുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വസ്തുവൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ റോഡ് വന്ന് വാഹനമൊക്കെ അവർക്ക് ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട. പിന്നെ പിള്ളേരെ കൊച്ചുങ്ങൾ ഇവിടെ ചുരിദാറിട്ടോണ്ട് കോവിൽ വരാൻ പാടില്ല. എൻ്റെ മക്കൾ ഇവിടെയൊക്കെ വരുമായിരുന്നു കോവിലിൽ തൊഴാൻ. അപ്പോൾ ഈ അഗസ്ത്യാർമുനിയല്ലേ ആദ്യമേ ഉള്ളൂ. ആ സ്വാമിക്കുള്ള ഹാരം തന്നെ എൻ്റെ മക്കൾക്ക്, ഈ കൊച്ചു പിള്ളേർക്കേ പിറ്റേന്നെടുത്ത് ഇളക്കി കൊടുക്കും. തലയിൽ വെച്ചുകൊണ്ടാണ് ഇതുങ്ങൾ സ്കൂളിലൊക്കെ പോണത്. അപ്പം നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള കോവിലാണ്. പക്ഷേ ഈ പിള്ളേരൊന്നും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത്, ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞിട്ട് പോയി. ഇവരുമായിട്ടൊക്കെ ചെറുക്കായി. ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ രണ്ടുപേരും, മൂത്തവൻ ഇവിടെ അല്ല താമസം. ഇത് മരിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് വന്നത്. ഇളയവൻ അറിയിച്ചിട്ട്. ഇളയവനാണ് താമസം. ഇളയവനും ഭാര്യയും അമ്മയും അച്ഛനും, ഇവരും അത്രയും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായിട്ടില്ല. ചില ദിവസമൊക്കെ ഇവർ വരുമ്പോൾ ഭയങ്കര ചീത്ത വിളിയാക്കാം. ഈ മൂത്തവൻ വരുമ്പം ഭയങ്കര ബഹളമായിരിക്കും. അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന് മൂത്തവൻ വന്ന് ചീത്ത വിളി എന്നൊക്കെയാണ് പറയണത്. ഈ ഗോപനാചാരി വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെയായിരുന്നു വീട്ടുകാർ നോക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ? അത് നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോവാറില്ല, അകത്തോട്ടൊന്നും പോവാറില്ല. ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോൾ അത് വഴക്ക് പറയും ഭയങ്കര. പറഞ്ഞുകൂടെടാ നിനക്ക്, അമ്മയ്ക്ക് തുണി കഴുകാൻ ജോലിയില്ലേ എന്നൊക്കെ കേട്ടോണ്ട് കുറച്ച് പറയണ കേൾക്കാം, അതേ ഉള്ളൂ. നമ്മളില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടല്ലോ. 6 മാസം കൊണ്ട് വെളിയിലൊന്നും ഇറങ്ങില്ല, കിടപ്പ. അപ്പം പിന്നെ എങ്ങനെയാണ്? അത് മാത്രമല്ല, ഇവർ പറയുന്നതാണെങ്കിൽ ഈ മരിക്കാൻ സമാധിക്ക് പോണ ആളെ ഷുഗറിനുള്ള BP-ക്കുള്ള ഗുളികയും പിന്നെ അതുമൊക്കെ കഴിച്ചിട്ടാണ് സമാധിയാവും. ആരെങ്കിലും അങ്ങനെ വരൂ? കടലിൽ ചാവാൻ പോണ ആൾ മഴയെന്നും പറഞ്ഞാൽ അത് ഒതുങ്ങി നിൽക്കൂ? കടലിലാണ് ചാവാൻ പോണത്. അപ്പം അവർ പറയണതൊക്കെ ചുമ്മയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ കണ്ടിട്ടില്ല, 6 മാസമായിട്ട് പുള്ളിയെ പുറത്ത് കണ്ടിട്ടില്ല. അങ്ങനെ കാണാനില്ല വെളിയിലൊന്നും. അതിനിടയിൽ വീട്ടിൽ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ മൂത്തമ്മ വരുമ്പോൾ ബഹളങ്ങൾ കേൾക്കാം. ചീത്തവിളി, ഭയങ്കര ചീത്തവിളിയായിരിക്കും. പിന്നെ ഈ കോവിൽ പ്രത്യേകിച്ച് രാത്രിയാണ് പൂജ.